ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി സി വേൾഡ്. അപ്പോൾ നമ്മുടെ എസം എക്സാമിന് ഇനി വെറും 9 ഡേയ്സും കൂടിയുള്ളൂ അല്ലേ. ഈ 9 ഡേയ്സിന് നമുക്ക് മാക്സിമം കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 2025 കുറേയധികം എക്സാംസ് നടന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ലേറ്റസ്റ്റ് നടന്ന എക്സാം, അതായത് 2025 നടന്ന എക്സാംസിൻ്റെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്വസ്റ്റൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് വേണ്ട റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞു പോകും. ഈ റിലേറ്റഡ് ഫാക്ട്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത്. ഞാൻ ഇതിനു മുൻപ് PYQൻ്റെ ഡിസ്കഷൻ ചെയ്ത സമയത്ത് റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞതിൻ്റെ അതേ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പേപ്പർ 7/9/25 എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ഓരോ പേപ്പറിൻ്റെയും ജസ്റ്റ് മാക്സിമം പറ്റുന്നതിൻ്റെ അത്രയും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. നിങ്ങളുടെ ഈ എക്സാമിന് ഉപകാരപ്പെടും. കാരണം ഈ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റൻസ് ഒക്കെ തന്നെയും ഹോട്ട് ടോപ്പിക്സ് ആണ്. അതിൽ നിന്ന് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. ട്രസ്റ്റ് മീ, ഇതിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇങ്ങനെ വേണമെങ്കിലും. ഓക്കെ, ഞാൻ പറയുന്ന റിലേറ്റഡ് ഫാക്ട്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലോട്ട് കിടക്കാം. ആദ്യത്തത്, ഇന്ത്യയിൽ പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചായത്തി രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്. ശരിയാണ്, 73ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ 40 ആണ്. പാർട്ട് 4ലാണ് പറയുന്നത്. അതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. കാരണം DPSPയിൽ ആർട്ടിക്കിൾ 40 ആണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. നെക്സ്റ്റ്, പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 24 ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. ഏപ്രിൽ 24. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3 പോകുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് 1, 2, 4 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്തി രാജിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് വേഗം നോക്കാം. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഞ്ചായത്തി രാജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. വേണ്ട കാര്യങ്ങൾ മാത്രം, സ്ഥിരം ചോദിക്കുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അറിയുന്ന പോലെ തന്നെ നമുക്കറിയാം 73rd അമെൻമെൻറ്റ് വഴി അല്ലേ 1992 പഞ്ചായത്തി രാജ് നിയമം വരുന്നത്. അങ്ങനെ ഷെഡ്യൂൾ 11 പാർട്ട് 9 അല്ലേ, ഇതിലാണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയുന്നത്. 74th അമെൻമെൻറ്റ് 1992 ഷെഡ്യൂൾ 12 പാർട്ട് 9A എന്ത് ചെയ്യുന്നത്, മുനിസിപ്പാലിറ്റിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ ആർട്ടിക്കിൾസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 243 മുതൽ 243O വരെയാണ് പഞ്ചായത്തി രാജിൻ്റെ പറയുന്നത്. അതേസമയം മുനിസിപ്പാലിറ്റിയുടെ വരുമ്പോൾ 243P മുതൽ 243ZG വരെയാണ്. ഓക്കെ, ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. നമ്മളോട് പക്ഷേ കൂടുതലും ചോദിക്കാറുള്ളത് ഏതാണ്? ഈ പറയുന്ന പഞ്ചായത്തി രാജ് നിയമമാണ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പോൾ നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ഈ പറയുന്ന പഞ്ചായത്തി രാജ് നിയമം വരുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. പക്ഷേ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുറച്ചധികം കമ്മിറ്റീസിൻ്റെ റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു തുടക്കം എന്നോണം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭകളെക്കുറിച്ച്, ഇത് SCERT ടെക്സ്റ്റിലുള്ള ഫാക്റ്റാണ് കേട്ടോ. ഗ്രാമസഭകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കൃതി, പഴയ ഒരു കൃതി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥശാസ്ത്രമാണ്. ഇത് ടെക്സ്റ്റിലുള്ള ഫാക്റ്റാണ് കേട്ടോ. അർത്ഥശാസ്ത്രം, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് കോയിൻ ചെയ്തിരിക്കുന്ന ആരാണ്? അത് നെഹ്റുവാണ്. എന്നാൽ ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അത് ഗാന്ധിജിയാണ്. ആ ഒരു ടേം കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. ദെൻ ജനകീയാസൂത്രണം എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നത് ആരാണ്? MN റോയ് ആണ്. MN റോയ്. ഓക്കെ, നമുക്ക് അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? റിപ്പൺ. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. റിപ്പൺ ആണ്. ഇത് SCERT ടെക്സ്റ്റിലുള്ള ഫാക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ചോദിക്കും. ആർട്ടിക്കിൾ 40 എന്ത് പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 40 ഈസ് റിലേറ്റഡ് വിത്ത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനൊരു തുടക്കം എന്ന് പറയുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് അല്ലേ. തുടക്കത്തിൽ അതിനു മുൻപ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അതൊന്നും സക്സസ്ഫുൾ ആകുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 വരുന്നു. കുറച്ച് റെക്കമെൻഡേഷൻസ് പറയുന്നു അല്ലേ. 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം വേണം എന്നുള്ള രീതിയിൽ പറയുന്നു. അതുപോലെ തന്നെ കുറേയധികം റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട് കേട്ടോ. ടെക്സ്റ്റിൽ കുറച്ച് പറയുന്നുണ്ട്. ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ നോക്കാം. ഓക്കെ, ഇനി ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് അതൊക്കെ വെച്ചിട്ട് എന്താണ്, ആദ്യമായിട്ട് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനം വരുന്നത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ ബാഗ്ദാരി ഗ്രാമത്തിലാണ്. ഓക്കെ, ബാഗ്ദാരി ഗ്രാമത്തിലാണ് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് ഈ ഒരു പഞ്ചായത്തി രാജ് സംവിധാനം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ,
ഇനി ഓക്കെ, രാജസ്ഥാനിൽ വരുന്നത് ഈ പറയുന്ന 1959 ഒക്ടോബർ 2 ഞാനത് അവിടെ പറയാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇത് വരുന്നു. പക്ഷേ അതിനനുസരിച്ച് കുറേയധികം സ്റ്റേറ്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് കുറേയധികം പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ സക്സസ്ഫുൾ ആകുന്നില്ല അല്ലേ. പിന്നീട് വന്ന കമ്മിറ്റിയാണ് 1977 അശോക് മേത്ത കമ്മിറ്റി. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റി വരുന്നു. കുറേയധികം റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നു. പക്ഷേ 2 ടയർ സിസ്റ്റമാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, എന്നാൽ നമ്മളോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കുകയാണ്, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഈ പറയുന്ന അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സംഭവം പറയുന്നത്, ആ ഒരു ആശയം അവതരിപ്പിക്കുന്നത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇനി EMS അംഗമാകുന്ന ഒരേ ഒരു മലയാളി എന്ത് ചെയ്യുന്നു? ഈ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമാകുന്നു. അത് EMS ആണ്. അപ്പോൾ EMS അംഗമാകുന്ന ആ ഒരു കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അശോക് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, ദെൻ കുറേയധികം റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. പിന്നെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് കൊടുക്കണം എന്നുള്ള റെക്കമെൻഡേഷനും അശോക് മേത്ത കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ആദ്യമായിട്ട് കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശോക് മേത്ത കമ്മിറ്റി എന്ന് നമ്മൾ പറയാറില്ല. ദെൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറേയധികം കമ്മിറ്റീസ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫോർമേഷനിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ബൽവന്ത് റായ് മേത്ത, അശോക് മേത്ത കമ്മിറ്റി, പിന്നെ നമ്മൾ കാണുന്ന നമ്മൾ സ്ഥിരം പറയുന്ന LM സിംഗ്വി കമ്മിറ്റിയാണ് അല്ലേ. 1986 റെക്കമെൻഡേഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഒക്കെ പറയുന്നത്. ദെൻ വരുന്നത് ഏതാണ്? നമുക്ക് പഠിക്കേണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂലായിട്ടാണ് പറയുന്നത് PK തുംഗൻ കമ്മിറ്റി അല്ലേ. തുംഗൻ കമ്മിറ്റി 1989 വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻസിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ PSC ചില സമയത്ത് ആൻസർ എടുക്കുന്നത് LM സിംഗ്വിയാണ്. ആക്ച്വലി LM സിംഗ്വി ആണല്ലോ ആദ്യം പറഞ്ഞത് എന്നുള്ള അടിസ്ഥാനത്തിൽ അങ്ങനെ പറയാം. ഇനി ഇത് ഓപ്ഷനിൽ ഇല്ലാത്ത പക്ഷം, LM സിംഗ്വി ഇല്ലാത്ത പക്ഷം PK തുംഗൻ ആൻസർ ആയിട്ട് എടുക്കാം. ആക്ച്വലി PK തുംഗൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി സബ് കമ്മിറ്റിയാണ്. ഓക്കെ, പാർലമെന്റ് നിയമിക്കുന്ന ഒരു സബ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1993 ഏപ്രിൽ 24 ആണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വരുന്നത്. ഓക്കെ, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് ആണ് നമ്മൾ പഞ്ചായത്തി രാജ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അത് 2010 മുതലാണ് ആചരിക്കുന്നത്. അതിനു മുൻപ് ഫെബ്രുവരി 19 ആണ് എടുത്തിരുന്നത്. കാരണം ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമായിരുന്നു. ഓക്കെ, പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ ജന്മദിനം ആദ്യം സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാമസഭയാണ് അല്ലെ. ഗ്രാമസഭയാണ്. ഈ ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 243A ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്രാമസഭയെ കുറിച്ച് പറയുന്നത് 243A എന്ന് പറയുന്നത്. അല്ലെ, ഗ്രാമസഭയില് ആ മീറ്റിംഗ്, ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? വാർഡ് മെമ്പറാണ്. ഓക്കെ, വാർഡ് മെമ്പറാണ് വിളിച്ചു കൂട്ടുക മീറ്റിംഗ്. ഓക്കെ, കൺവീൻ ചെയ്യുന്നത് എന്ന് പറയാം. ഇനി അധ്യക്ഷത വഹിക്കുന്നത്, ചെയർപേഴ്സൺ ആയിരിക്കുന്നത് ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മീറ്റിംഗ് എപ്പോഴും ഉണ്ടോ? ഇല്ല. ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? കുറഞ്ഞത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? യോഗം ചേർന്നിരിക്കണം എന്നാണ് പറയുന്നത്. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. ഇനി നമ്മൾ ടേം പറയുന്നത് 5 years ആണ് അല്ലെ. 5 years എന്നുള്ളതാണ് ടേം പറയുന്നത്. ഇതിൽ കുറഞ്ഞത്, അതായത് നമ്മുടെ ഇപ്പോൾ ആ ഒരു 5 years കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിന് കണക്കാക്കി ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ നടത്തിയിരിക്കണം. അത് കഴിയാറാകുമ്പോഴത്തേക്കും. ഓക്കെ, 6 മാസത്തിനുള്ളിൽ നടത്തിയിരിക്കണം. ഇനി സംസ്ഥാന സർക്കാർ എങ്ങാനും പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 6 മാസത്തിനകം ഇലക്ഷൻ നടത്തിയിരിക്കണം. അപ്പോൾ 6 മാസം എന്നുള്ളൊരു കാലയളവ് പീരീഡായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. എത്ര കാലയളവിനുള്ളിലാണ് പുതിയ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുന്നത്. അതുപോലെ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇനി 29 സബ്ജക്ട്സ് ആണ് ഷെഡ്യൂൾ 11 പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്തി രാജിന് കൊടുക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിൽ പഞ്ചായത്തി രാജിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് 29 സബ്ജക്ട്സിലാണ് വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന പോലെ ഏതൊക്കെ സബ്ജക്ട്സിൽ അവർക്ക് ഫുൾ ഇത് ഫ്രീഡം നിയമം ഇതാക്കാനുള്ളത് എന്നുള്ള രീതിയിൽ കൊടുക്കാമെന്ന് പറയുന്നത്. അത് കേരളത്തിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ അങ്ങനെ കൊടുക്കാത്ത സ്റ്റേറ്റ്സും ഉണ്ട്. ഓക്കെ, ഇനി ഷെഡ്യൂൾ 12 അതായത് മുനിസിപ്പാലിറ്റീസിൽ വരുമ്പോൾ ഇത് 18 സബ്ജക്ട്സ് ഉള്ളൂ. ഓക്കെ, മുനിസിപ്പാലിറ്റീസിന്റെ കേസിൽ വരുമ്പോൾ ഇത് 18 സബ്ജക്ട്സ് ഉള്ളൂ. വേണമെങ്കിൽ ഒരു കമ്പാരിസൺ പോലെ ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയെന്ന് മാത്രം. നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യം എന്താണ്? സംസ്ഥാന ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഈ ഒരു ഇലക്ഷനിൽ കുറഞ്ഞത് 21 വയസ്സ് വേണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇലക്ഷനിൽ അല്ലെ. ഇനി ഈ 73ാം ഭേദഗതി പ്രകാരം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഒരു ഇലക്ഷൻ നടത്തി ജയിച്ചു കഴിഞ്ഞ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞു അതിൽ മൂന്നിലൊന്ന് സീറ്റ്, കുറഞ്ഞത് മിനിമം 1/3 സീറ്റ് സ്ത്രീകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ചെയർപേഴ്സന്റെ ഇതിലാണെങ്കിലും ശരി 1/3 സീറ്റ് എന്ത് ചെയ്തിരിക്കണം? മാറ്റിവെച്ചിരിക്കണം. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇത് 50% റിസർവേഷൻ എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ പറയുന്നത്. ഓക്കെ, ഞാൻ വേഗം വേണ്ടത് മാത്രം ഒന്ന് ഓടിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഇനി
പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേറ്റസ്റ്റ് നടന്ന എക്സാം ഇത് ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് നിയമം നോട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വെച്ചോ. നാഗാലാൻഡ്, ദെൻ മേഘാലയ, ദെൻ മിസോറാം, ഓക്കെ, ദെൻ ഡൽഹി എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്കും എന്തില്ല, പഞ്ചായത്തി രാജ് സംവിധാനമില്ല. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീർ നമുക്ക് ഓപ്ഷനിൽ തരും. ജമ്മു ആൻഡ് കാശ്മീരിൽ പഞ്ചായത്തി രാജ് സംവിധാനമുണ്ട്. ഓക്കെ, ഉണ്ട് കേട്ടോ. ഇത് ഡിഗ്രിക്ക് ചോദിച്ചാണ്, ഡിഗ്രി ലെവലിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളൊക്കെ കടമെടുത്ത് പുറത്ത് ചോദിക്കുന്നുണ്ട്. സോ ഇതും ചോദിക്കാം. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനം ആപ്ലിക്കബിൾ അല്ലാത്തത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം, ദെൻ ഡൽഹി. ഓക്കെ, എൻ എം എന്നോ അങ്ങനെ വല്ല ആലോചിക്കുക, അല്ലെങ്കിൽ നാഗ് മേഘ് മിസ് എന്നോ അങ്ങനെ വല്ലതൊക്കെ ആലോചിച്ച് വെച്ചേക്കുക കേട്ടോ. ദെൻ ഡൽഹിയിലും ഇല്ല. ഇനി കേരളത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 1960 ഓൾറെഡി ഒരു കേരള പഞ്ചായത്ത് നിയമം വരുന്നുണ്ട്. പഞ്ചായത്ത് നിയമം വരുന്നുണ്ട് പട്ടം താണുപിള്ള ഗവൺമെന്റ് സമയത്ത്. അത് 1960 ജാനുവരി 1 നിലവിൽ വരുന്നത്. പക്ഷെ പഞ്ചായത്തി രാജ് നിയമം വരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1994 ഏപ്രിൽ 23. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് നിയമം വരുന്ന സമയത്ത് മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുണാകരൻ ആയിരുന്നു മിനിസ്റ്റർ. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CT അഹമ്മദ് അലി. ഇതൊക്കെ ചോദ്യമായിട്ട് വരാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നോട്ട് ചെയ്ത് വേഗം പറയുന്നത്. നമുക്ക് ബാക്കി ചോദ്യങ്ങളും കൂടെ നോക്കട്ടെ. ദെൻ നമുക്ക് ഇത്രയാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബേസിക്കലി പഞ്ചായത്ത് രാജ് കുറേയധികം ഫാക്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ക്ലാസ് ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറേയധികം ഫാക്ട്സ് പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദെൻ കേരളത്തിലെ പഞ്ചായത്ത് രാജ് നിയമമായിട്ട് ഫെബ്രുവരി 19 തന്നെയൊക്കെയാണ് ആചരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനം പ്രമാണിച്ച് അങ്ങനെ ആചരിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ദേശീയ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24 എന്നുള്ള രീതിയാണ്. അപ്പൊ ഇങ്ങനെയും കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ജസ്റ്റ് മെൻഷൻ ചെയ്തത്. ദെൻ മുനിസിപ്പാലിറ്റീസ് നിയമം, അതിന്റെ ഡേറ്റും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കൂട്ടോ. അപ്പോൾ ദേശീയ തലത്തില് മുനിസിപ്പാലിറ്റീസ് നിയമം വരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1993 ജൂൺ 1. എന്നാൽ കേരളത്തിൽ മുനിസിപ്പാലിറ്റി നിയമം വരുന്നത് 1994 തന്നെയാണ്, മെയ് 30. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാമസഭ ചേരുമ്പോഴുള്ള കൺവീൻ ചെയ്യുന്നത് ആരാണ്, അതുപോലെ തന്നെ അധ്യക്ഷത വഹിക്കുന്ന ആരാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ അതിന്റെ വ്യത്യാസം അവിടെ എന്താണ്, കൗൺസിലർ എന്നാണ് പറയാം നമ്മൾ. ഓക്കെ, വാർഡ് മെമ്പറിനെ കൗൺസിലർ എന്നാണ് പറയാം. അവിടെ അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും, ചെയർമാൻ ആയിരിക്കും. ഓക്കെ, അത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ കേട്ടോ ചെയർമാൻ എന്നുള്ളതാണ് പറയാ. അവിടെ കൺവീൻ ചെയ്യുന്നതും അധ്യക്ഷത വഹിക്കുന്നതും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ കോർപ്പറേഷൻ ആണെങ്കിൽ അത് അധ്യക്ഷത വഹിക്കുന്നത് മേയർ എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ ഇത്രയാണ് ബേസിക്കലി നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ടത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം പഞ്ചായത്ത് രാജിനെ സംബന്ധിച്ച്. പിന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കണം. കാരണം ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവാണ് പഞ്ചായത്തിന്റെ. അതുകൊണ്ട് ധാരാളം ഇപ്പോൾ പോർട്ടലൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് ചോദിക്കാം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? നോക്കൂ, ഇത് 25 നടന്ന ഒരു എക്സാമിന്റെയാണ്. ഞാൻ ഇത് കറക്റ്റ് ഈ ഒരു എക്സാം നടക്കുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മളോട് ചോദിക്കാം ഈ ഒരു സുവർണ്ണ ത്രികോണം, ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 14, 19, 21 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? 14 റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 അല്ലെ. ദെൻ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം. ദെൻ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പേഴ്സണൽ ലൈഫ് ആൻഡ് ലിബർട്ടി. എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ടാധികാരത്തിൽ പെടുത്താവുന്നത് ഇത്. അതായത് റെസിജ്വറി പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ, റെസിജ്വറി പവർ. അപ്പോൾ ഇതിൽ നമുക്ക് സ്ഥിരം അറിയാവുന്നതാണ് സൈബർ നിയമങ്ങളാണ് എന്ത് ഈ പറയുന്ന അവശിഷ്ട അധികാരത്തിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമുക്കറിയാലോ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഷെഡ്യൂൾ 7 വെച്ചിട്ടാണ് ഈ പറയുന്ന ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ലിസ്റ്റുകളെ കുറിച്ച് മെയിൻലി പറയുന്നത് 246 ആർട്ടിക്കിൾ 246 ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന റെസിജ്വറി പവർ, നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ റെസിജ്വറി പവറായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി ലിസ്റ്റിന്റെ കാണുമ്പോൾ നമുക്ക് ബാക്കി പറയാം. അത് ഏതാണ്? അനുച്ഛേദം 248. ഓക്കെ, അനുച്ഛേദം 248 എന്ത് ചെയ്യുന്നത്, റെസിജ്വറി പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. സ്വാഭാവികമായിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിയമം നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? യൂണിയൻ ഗവൺമെന്റിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവശിഷ്ടാധികാരം എന്ന് പറയുന്ന ഒരു ഐഡിയ ബോറോ ചെയ്തിരിക്കുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ബോറോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏക ദളിത് വനിത ആരാണ്? ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, LDCക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 വനിതാ അംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, 15. ആദ്യം 17 ആയിരുന്നു. പക്ഷെ 2 പേര് പാകിസ്ഥാൻ ആ ഒരു ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാന്റെ ഇതിലോട്ട് പോയി. അങ്ങനെ 15 പേര് വരുന്നു. ഈ 15 പേരുടെയും പേര് നിങ്ങൾ ബൈഹാർട്ട് ആക്കിയിരിക്കണം. ആരെ വേണമെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ചോദിക്കാം. ഓക്കെ, അതില് മലയാളികളായിട്ട് വരുന്നത് ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ. അമ്മു വിശ്വനാഥൻ ഒന്നുമല്ല കേട്ടോ, സ്വാമിനാഥൻ എന്നുള്ളതാണ്. അമ്മു സ്വാമിനാഥൻ,
ദെൻ ദാക്ഷായണി വേലായുധൻ, ദെൻ ആനി മസ്ക്രി. ഇത്രയും പേരാണ് മലയാളികളായിട്ട് വരുന്നത്. പല കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടെ നമുക്കൊന്ന് നോക്കാം ഏതാണല്ലേ. അപ്പോൾ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് പ്രസിഡൻസിയിൽ വന്നിട്ടുള്ള മലബാറിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളതിനെ വെച്ചിട്ടാണ് വരുന്നത്. ദെൻ ആനി മസ്ക്രീൻ ആക്ച്വലി തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ ദളിത് വനിത ആരാണ്? നമ്മുടെ ചോദ്യം അതാണല്ലോ, ദളിത് വനിത ആരാണെന്നുള്ളത്. അത് ദാക്ഷായണി വേലായുധനാണ്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി ഇന്നത്തെ +2 എന്നൊക്കെ പറയും. ഈ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിതയാണ് ആര്? ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയും ഇവർ തന്നെയാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ 15 വനിതാ അംഗങ്ങളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള 4 പേര് ഓൾറെഡി ഉണ്ട്. കമല ചൗധരിയുടെ ഒപ്പം തന്നെ മറ്റൊരു ചൗധരിയും കൂടി ഉണ്ട്, മാലതി ചൗധരി. അപ്പൊ 2 ചൗധരികളെ കണ്ടില്ലേ. ഇനി എല്ലാവരെയും കൂടെ നമുക്ക് നോക്കാം. ഒരു 10 പേരില്ലേ ബാക്കി നോക്കാം. 1 ബീഗം ഐസ്വാസ് റസൂൽ, ദുർഗാബായ് ദേശ്മുഖ്, ഹൻസ ജീവരാജ് മേത്ത, പൂർണിമ ബാനർജി, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, പിന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റ്, ലീല റോയ്, രേണുക റോയ്, സുജേത കൃപല. ഇതൊന്ന് കാണാതെ പഠിച്ചോളൂ കേട്ടോ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക മുസ്ലിം വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുന്നത് ബീഗം ഐസ്വാസ് റസൂലാണ് കേട്ടോ. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന 3 രീതികൾ: പരിത്യാഗം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പരിത്യാഗം, പൗരത്വാപഹരണം, പിന്നെ നിർത്തലാക്കൽ. ഇത് 3 1, 2, 4 നമ്മൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് പാർട്ട് 2 അല്ലെ. പാർട്ട് 2 പറയുന്നത് 5 to 11 വരെയുള്ള ആർട്ടിക്കിൾസിൽ പറയുന്നു എങ്ങനെയൊക്കെ അറ്റൈൻ ചെയ്യാം, എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ പാർലമെന്റിനാണ് സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങളൊക്കെ നിർമ്മിക്കാൻ അധികാരമുള്ളത്. 1955 ആക്ട് വെച്ചിട്ടാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ചോദ്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ 88/25 പേപ്പറാണിത്. ഇത് CPO WCPOന്റെ ഞാൻ പറഞ്ഞില്ലേ, നല്ല നല്ല ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് നമുക്കറിയാമല്ലേ, 324 ആണ്. 326 എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്? 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അല്ലേ. ദെൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്താവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തതാണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. തെറ്റാണ്. കാരണം 44th അമെൻമെന്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവകാശമല്ലാതായി മാറുന്നത് 1978 അല്ലെ. ദെൻ ഇപ്പോൾ ഭരണഘടനയുടെ 200 300 പറയുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്താവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നില്ല. നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് ശരിയാണ്. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്താവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ പറയുന്നില്ല. അതായത് കേശവാനന്ദി ഭാരതി കേസൊക്കെ വരുന്ന അല്ലെ, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, അതായത് എന്ത് വേണമെങ്കിലും പാർലമെന്റിന് അമെൻഡ് ചെയ്യാം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള കാര്യങ്ങളിൽ, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇതാകരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് 1973 സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഈ ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനിലെ കുറേയധികം വിഷയങ്ങൾ ആ ഒരു ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഫെഡറൽ ഗവൺമെന്റ്, ഫെഡറൽ സ്ട്രക്ചർ, അതുപോലെ മൗലികാവകാശങ്ങൾ, അങ്ങനെ കുറേയധികം, അതായത് ഇലക്ഷൻ, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ മാറ്റേഴ്സ് അതിൽ പറയുന്നുണ്ട്. അതിൽ സ്വത്താവകാശം പറയുന്നില്ല. നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിയല്ലാത്തത് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് അല്ലെ. 1ഉം 2ഉം ആണ്. അപ്പോൾ ആൻസർ ഇതാണ് വരിക. നെക്സ്റ്റ്, വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി നമ്മൾ ബൈഹാർട്ടാക്കി പഠിച്ചു വയ്ക്കുന്നതാണ്. 1989 61ാം ഭരണഘടനാ ഭേദഗതി. നെക്സ്റ്റ്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത്. ഇത് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവായിരിക്കും. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം നമുക്ക് കുറേയധികം വിഷയങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ലിസ്റ്റ് പറയുകയാണ്. ആർട്ടിക്കിൾ 246 ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. കുറേയധികം ഫാക്ട് നമുക്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. എപ്പോഴും നമ്മളോട് ഒരു 10th ലെവലിലെ വിഷയങ്ങൾ വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. എന്നിരുന്നാലും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം അത് ദേശ താല്പര്യത്തിന് വേണ്ടിയിട്ട് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റാൻ, ആ ഒരു മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസഭയാണ്. രാജ്യസഭ അംഗീകാരം നൽകിയാൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. ആ ഒരു പ്രമേയം, അങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്രമേയം 2/3 മെജോറിറ്റിയിൽ രാജ്യസഭ പാസ്സാക്കിയിരിക്കണം. അതും കൂടി മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 249 പ്രകാരമാണ് ഇത് സാധിക്കുന്നത്. 249 പ്രകാരമാണ് ഈ ഒരു സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യത്തിന് വേണ്ടിയിട്ട് യൂണിയൻ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിനുള്ള അംഗീകാരം രാജ്യസഭയ്ക്കുള്ളത്.
പാസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെന്റിന് എന്ത് ചെയ്യാം, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാം, നിയമനിർമ്മാണം നടത്താം. ഓക്കെ, ഒരു ലോ ഉണ്ടാക്കാൻ പറ്റും. ഈ ലോയ്ക്ക് 1 ഇയർ ആയിരിക്കും എന്ത് കാലാവധി എന്ന് പറയുന്നത്, 1 ഇയർ ആയിരിക്കും കാലാവധി. പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ വർഷവും രാജ്യസഭ ഇത് പാസ്സാക്കണം. ഓക്കെ, പാസ്സാകാത്ത പക്ഷം ഇത് കൂടി വന്ന ഒരു 6 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു മാത്രം ഈ ഒരു നിയമത്തിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു ആർട്ടിക്കിൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ആർട്ടിക്കിൾ 249 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു, ഇതിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. വൈസ് പ്രസിഡന്റ് രാജ്യസഭയിൽ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ശരിയാണ്, എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എക്സ് ഒഫീഷ്യോ ചെയർമാനാണെന്ന് പറയുന്നത്? അത് ആർട്ടിക്കിൾ 64 ആണ്. ഈ എപ്പോഴും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് പഠിച്ചു വെച്ചോ, അത് അങ്ങനെ തന്നെ മറിച്ചും ചോദിക്കും. ആർട്ടിക്കിൾ 63 ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 64 രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിൽ നിങ്ങൾ അറിഞ്ഞാണ് നിലവിലുള്ള ഉപരാഷ്ട്രപതി രാജിവെച്ചു എന്നുള്ളത്, അല്ലേ? ഇത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾ പങ്കെടുക്കുന്നു. സംസ്ഥാന നിയമനിർമ്മാണ സഭ പങ്കെടുക്കുന്നുണ്ടോ വൈസ് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ? ഒരിക്കലുമില്ല, അല്ലെ? ദെൻ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. ആക്ച്വലി ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞു, രാഷ്ട്രപതിയുടെ റിമൂവലിന് മാത്രമാണ് ഭരണഘടനയിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ഇതിലൊക്കെ ജനറലൈസ് ചെയ്ത് ഇംപീച്ച്മെന്റ് സുപ്രീം കോടതി ജഡ്ജിയുടെ ഒക്കെ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത്, ആ ഒരു റിമൂവൽ എന്ന് പറയുന്നത് ഇംപീച്ച്മെന്റിലൂടെ എന്നുള്ള ജനറലൈസ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ശരി എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കണം. അപ്പോൾ ഇതായിരിക്കും. അപ്പോൾ എനിവേസ് ഓപ്ഷൻ 2 തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ 3 പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് എയിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസിൽ എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആർട്ടിക്കിൾ 65 എന്താ പറയുന്നത്? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി ആയിരിക്കും പ്രസിഡന്റിന്റെ ചുമതലകൾ ഡ്യൂട്ടീസ് നിർവഹിക്കേണ്ടത് എന്ന് പറയുന്നു. ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 66 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആർട്ടിക്കിൾ 66 ഇലക്ഷനെ കുറിച്ച് പറയുന്നത്. ഈ ഇലക്ഷനിൽ ആരൊക്കെയുണ്ട് നമുക്കറിയാം, ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്നതാണ്. അതേസമയം പ്രസിഡന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സിന്റെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉപരാഷ്ട്രപതിയുടെ ഇതിൽ എന്തേ വരുന്നുള്ളൂ, ലോക്സഭയിലും രാജ്യസഭയിൽ, അതായത് പാർലമെന്റിലെ മുഴുവൻ അംഗങ്ങളും ചേർന്ന് എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ 67 ഉപരാഷ്ട്രപതിയുടെ ഭരണകാലാവധി 5 വർഷം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഉപരാഷ്ട്രപതിനെ നീക്കം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇതിൽ പറഞ്ഞല്ലോ. അപ്പോൾ നീക്കം ചെയ്യുന്നതിന് നിലവിലുള്ള ആകെ അംഗസംഖ്യയുടെ ഭൂരിപക്ഷത്തിൽ രാജ്യസഭയായിരിക്കണം ഒരു പ്രമേയം ആദ്യം പാസ്സാക്കേണ്ടത്. കാരണം രാജ്യസഭയുടെ അധ്യക്ഷനല്ലേ. അപ്പോൾ രാജ്യസഭ അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കണം, പിന്നീട് ലോക്സഭ അംഗീകരിക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നതിന് ഒരു 14 ഈ ഒരു ഉപരാഷ്ട്രപതിനെ നീക്കം ചെയ്യാനുള്ള ഒരു നോട്ടീസ് 14 ദിവസം മുൻകൂറായിട്ട് ഉപരാഷ്ട്രപതിക്ക് കൊടുത്തിരിക്കണം, അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കുറേയധികം കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നിലവിൽ ഉണ്ടായിരുന്ന ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് നമുക്ക് 84/25 ഫയർമാൻ്റെ ചോദ്യപേപ്പറിലുള്ള കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏതൊക്കെ? സിമ്പിൾ ആണ്, അത് കണ്ടെത്താൻ മനസ്സിലാവും. തൊഴിൽ കരം അടയ്ക്കുക എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പറയുന്നില്ല. ഓക്കെ, ദെൻ അനാഥരായ കുട്ടികളെ സഹായിക്കുക പറയുന്നില്ല. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക അതും പറയുന്നില്ല. വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക അതും പറയുന്നില്ല. അപ്പോൾ ഇത് മൊത്തം എന്താണ്, പറയാത്തതാണ്, അല്ലെ? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പറയാത്തതാണ്. അപ്പോൾ പെടാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. നമുക്കറിയാം, സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വരുന്നത്, അല്ലെ? ഏത് വർഷമാണ് വരുന്നത്? 1976 42nd അമെൻമെന്റ് വഴിയാണ് വരുന്നത്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴിയാണ് വരുന്നത്. ഇത് നിലവിൽ വരുന്നത് 1977 ജനുവരി 3 ഓക്കെ, തുടക്കത്തിൽ വന്ന സമയത്ത് 10 മൗലിക കടമകൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് 11 മാറുന്നു. 11 മാറുന്നത് 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്, അല്ലെ? 2002. കാരണം നമ്മളുടെ വിദ്യാഭ്യാസം ായിട്ട് ബന്ധപ്പെട്ട കുറേയധികം വരുന്ന കാര്യങ്ങളൊക്കെ 86th അമെൻമെന്റിലാണ്. അങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റിലൊരു കാര്യം ആഡ് ചെയ്യുന്നു, DPSPയിൽ ആഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ആഡ് ചെയ്യുന്നു. പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള മൗലിക കടമകളുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത് റഷ്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, സോവിയറ്റ് യൂണിയന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. ഭരണഘടനയുടെ 27ാം വകുപ്പ് നമുക്കറിയാം, മതവുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. 25 to 28 വരെയുള്ള ആർട്ടിക്കിൾസിൽ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ 27ാം വകുപ്പിൽ ഇവിടെ മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു, അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ 1C മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ 2 ഓപ്ഷൻസും പോകും. ദെൻ ഭരണഘടനയുടെ 18ാം വകുപ്പ് നമുക്കറിയാം, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, അല്ലെ? സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്, അത് D ആണ്. അപ്പോൾ 2D ആണ്, അത് രണ്ടിലും ഉണ്ട് കേട്ടോ. ദെൻ ഭരണഘടനയുടെ 13ാം വകുപ്പ് 13ാം വകുപ്പിൽ എന്താ പറയുന്നത്?
13th ഇതിൽ പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിനെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് എക്സാക്ട്ലി ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു വാക്ക് ഇതിൽ പറയുന്നുണ്ടോ ഭരണഘടനയിൽ? ഇല്ല, ആ ഒരു വാക്ക് പറയുന്നില്ല. ആ ഒരു ആശയം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു അധികാരം കോടതിക്ക് ലഭിക്കുന്നത് ആർട്ടിക്കിൾ 13 വെച്ചിട്ടാണ്. അപ്പോൾ ആർട്ടിക്കിൾ 13ലാണ് എന്ത്, കോടതിയുടെ പുനരവലോകന അധികാരത്തെക്കുറിച്ച് പറയുന്നത്. മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പറയുന്നതാണ് എന്ത്, ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 12 കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കൂ. സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സ്റ്റേറ്റിൻ്റെ നിർവചനത്തിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആർട്ടിക്കിൾ 226 നമുക്കറിയാം കോടതിയുടെ ഉത്തരവുകൾ, ഹൈക്കോടതിയുടെ ഉത്തരവുകൾ, റിട്ട് ഉത്തരവുകൾ അല്ലെ, റിട്ട് അധികാരങ്ങൾ പറയാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് അല്ലേ. നെക്സ്റ്റ് സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഇവ. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. അത് ശരി. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇത് സപ്പോസ് അറിയില്ല എന്ന് വെക്കൂ കേട്ടോ. ദെൻ ഭരണഘടനയുടെ ഭാഗം 3 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. അല്ല, പാർട്ട് 2 പറയുന്നത് അല്ലേ. നമ്മളോട് തെറ്റായ പ്രസ്താവനയാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻ 3, അതായത് തെറ്റായ പ്രസ്താവനയിൽ എന്തായാലും 3 വരണം എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് പോയി. ദെൻ ഇന്ത്യൻ പാർലമെന്റാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഓഫ് കോഴ്സ് നമുക്കറിയാം 1955 ആക്ട് പ്രകാരമാണ് കുറേയധികം സിറ്റിസൺഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം വരുന്നത് അല്ലേ. 1955 നിയമം അനുസരിച്ചിട്ടാണ് പറയുന്നത്. പിന്നീട് എന്ത് നിയമം ആണെങ്കിലും ഉണ്ടാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? അത് ഇന്ത്യ ഗവൺമെന്റ് പാർലമെന്റിനാണ് അല്ലേ. അപ്പം ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് 4 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ ഓൾറെഡി അറിയാം എന്താ 1 ശരിയാണെന്ന് അല്ലേ. 1 ശരിയാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എ ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നത് എങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? 86 ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. ശരിയാണ്. നമുക്കറിയാലോ വിദ്യാഭ്യാസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നതാണല്ലോ ഈ പറയുന്ന ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി, അതും ശരിയാണ്. 6 14 ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, അതും ശരിയാണ്. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി, അതും ശരിയാണ്. ആക്ച്വലി ഇതിൽ എല്ലാ പ്രസ്താവനകളും എന്താണ്, ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക എന്നുള്ളത് തന്നെയാണ്. ധനകാര്യ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ നമുക്കറിയാം അല്ലേ, ആർട്ടിക്കിൾ 280. ദെൻ ഇലക്ഷൻ കമ്മീഷൻ ആർട്ടിക്കിൾ 324, CAG ആർട്ടിക്കിൾ 148, അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76. അപ്പോൾ ഈ ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത്, ശരിയാണ്. ദെൻ സൈബർ നിയമങ്ങൾ അതിൽ പെടുന്നു, ശരിയാണ്. അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞോളൂ, ഇല്ല, അതിന് അധികാരം എന്താണ് യൂണിയൻ ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തെറ്റായ പ്രസ്താവനയിൽ എന്തായാലും 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ. ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നുമാണ്, അതും ശരിയാണ്. നെക്സ്റ്റ്, പാർലമെന്ററി സമ്പ്രദായത്തിൽ സവിശേഷതകളിൽ പെടാത്തവ ഏത് അല്ലെങ്കിൽ ഏവ? കൂട്ടുത്തരവാദിത്വം, അത് ശരിയാണ്, അതുണ്ട്. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാ അംഗങ്ങളാണ്, ശരിയാണ്. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല, അത് തെറ്റാണ്. ഓക്കെ, പെടാത്തവയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്ര ഭരണാധികാരിയും ഉണ്ട്, ശരിയാണ്. കാരണം നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണ്? പ്രസിഡന്റ് ആണ്. റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ആണ്, എന്ന് നമുക്കറിയാം. അപ്പോൾ ലോക്സഭയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ചിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് പെടാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്, അതിപ്പോൾ 3 മാത്രമാണ്. നെക്സ്റ്റ് 70/25 പേപ്പറിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ഏതാണെന്ന് നമുക്കറിയാം. എവിടെയായിരിക്കും? ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുക? ഹൈക്കോടതി അല്ലേ. ഹൈക്കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുക, ഹൈക്കോടതിയാണ് സമീപിക്കാൻ സാധിക്കുക. ദെൻ വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ചത് 61-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ദെൻ നെക്സ്റ്റ്, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ് അല്ലേ. കൺകറന്റ് ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം വന്നേക്കണമുണ്ട്, നമുക്കൊന്ന് നോക്കാം. ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൺകറൻറ്റിൻ്റെയും ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കൺകറൻറ്റിൽ ബേസിക്കലി നമുക്കറിയാവുന്ന വിദ്യാഭ്യാസമുണ്ട്, വനമുണ്ട്, വൈദ്യുതി ഉണ്ട്. ഓക്കെ, അതുപോലെ ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒന്നാണ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാനിങ് എന്നുള്ളത് കേട്ടോ. സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്ലാനിങ് എന്നുള്ളതും ഉള്ളത് തന്നെയാണ്. ദെൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ കളറിൽ എഴുതാം. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതിൽ ചോദിക്കുന്നത് ടോള്, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ടോള്, അതുപോലെ മത്സ്യബന്ധനം, ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ടോള്, മത്സ്യബന്ധനം, കൃഷി എന്ന് പറയുന്നത് അതിലാണ് വരിക. പിന്നെ ജയില്, ഓക്കെ, ഇടനികുതി, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഭൂനികുതി ഒക്കെ വരുന്നത് ഇതിലാണ്. ദെൻ യൂണിയൻ ലിസ്റ്റിൽ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരും. അതിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് കോർപ്പറേറ്റ് നികുതിയും
വരുമാന നികുതി പേഴ്സണൽ ഇൻകം ടാക്സും വരുന്നത് ഇതിലാണ്. അതുപോലെ മേജർ പോർട്സ് വരുന്നത് ഇതിലാണ്. എന്നാൽ മൈനർ പോർട്സ് വരുന്നത് ആക്ച്വലി കൺകറൻറ്റിലാണ്. മൈനർ പോർട്സ് കൺകറൻറ്റിലാണ് കേട്ടോ, കൺകറൻറ്റിലാണ് വരിക. ലോട്ടറി, സെൻസസ് ഒക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൺകറൻറ്റ് ലിസ്റ്റിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിന്മേൽ സ്റ്റേറ്റും എന്ത് ചെയ്തു, ഒരു നിയമം ഉണ്ടാക്കി, യൂണിയനും നിയമം ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗവൺമെൻറ്റിനും ഉണ്ടാക്കാൻ സാധിക്കും. ഇൻ കേസ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയ ലോ അത് കോൺഫ്ലിക്റ്റിൽ വരികയാണ് യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാക്കിയതുമായിട്ട് വരുന്നതെങ്കിൽ ആർട്ടിക്കിൾ 254 പറയുന്നത് എന്താണ്, അതിന് കൂടുതൽ മുൻതൂക്കം അല്ലെങ്കിൽ വാലിഡ് ആകുന്നത് ഏതായിരിക്കും, യൂണിയൻ ഗവൺമെൻറ് ഉണ്ടാക്കിയ ലോ ആയിരിക്കും. അത് പറയുന്ന ആർട്ടിക്കിൾ 254 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, ശരിയാണ്. സ്ഥിരം സഭയാണ്, ശരിയാണ്. 5 വർഷമാണോ കാലാവധി? അങ്ങനെ കാലാവധി ഒന്നും പറയുന്നില്ല, പെർമനൻറ്റ് ബോഡിയാണ്. അംഗങ്ങൾക്ക് 6 വർഷമാണ് കാലാവധി, അല്ലേ. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് പറയുമ്പോൾ തന്നെ നമുക്ക് ഏത് പോവും, എല്ലാം ശരി എന്നുള്ളത് പോവും, 3, 4 ശരി എന്നുള്ളത് പോവും, 2 മാത്രം ശരി എന്നുള്ളത് പോവും, 1, 2 മാത്രം ശരി. അപ്പോൾ സ്പീക്കർ അല്ല അധ്യക്ഷം വഹിക്കുന്നത്, എന്താണ്, വൈസ് പ്രസിഡന്റ് ആണ് ചെയർമാനായിട്ട് ഇരിക്കുന്നത്, അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ലേറ്റസ്റ്റ് നടന്ന ചോദ്യപേപ്പറുകളിൽ വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒരു 4 പേപ്പറുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ വേണ്ടതിൻ്റെയൊക്കെ അത്യാവശ്യം റിലേറ്റഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ഞാൻ എന്ത് ചെയ്യാം, നമ്മളുടെ ഇനി വരാൻ പോകുന്ന എക്സാംസിനും എന്ത് ചെയ്യാം, ക്ലാസ് നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഇത് കൂടുതൽ എന്താണ് ഹെൽപ്ഫുൾ ആകും. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെയും ഇതേപോലുള്ള ചോദ്യപേപ്പറുകളിൽ വന്നത് വെച്ചിട്ട് നമുക്ക് റിലേറ്റഡ് ഫാക്ട്സ് അത്യാവശ്യം വേണ്ടത് മാത്രം നോക്കി പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ